കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനായിട്ട് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തയേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ്. പ്രാർത്ഥനയോടും ദൈവാശ്രയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു. സദൃശ്യവാക്യങ്ങൾ 13-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അന്യായമായി സമ്പാദിച്ച ധനം കുറഞ്ഞു പോകും, അധ്വാനിച്ച് സമ്പാദിക്കുന്നവന് വർദ്ധിച്ച് വരും. ഈ വാക്യങ്ങൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു ചിന്ത നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. നമുക്കെല്ലാവർക്കും ആവശ്യമായ ഒന്നാണ് പണം എന്ന് പറയുന്നത്, അല്ലേ? പണമില്ലാതെ ഒരു മനുഷ്യനും ഉലകത്തിൽ ജീവിക്കാൻ കഴിയത്തില്ല. ഏതൊരാവശ്യത്തിനും, ഭൗതികമായ ഏതൊരാവശ്യത്തിനും നമുക്ക് അനിവാര്യമായ ഒന്നാണ് പണമെന്ന് പറയുന്നത്. എന്നാൽ ഇത് ഒരു അന്യായമായിട്ട് സമ്പാദിക്കുന്ന അനേകരെ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയും. എന്ന് പറഞ്ഞാൽ അർത്ഥം, കുറുക്കു വഴിയിലൂടെ പെട്ടെന്ന് ധനസമ്പാദനത്തിലേക്ക് പോകുന്ന അനേകരെ ഈ കാലത്ത് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്, അല്ലേ? എല്ലാവർക്കും ആവശ്യമാണ് പണമെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, അധ്വാനിച്ച് ദൈവം നമുക്ക് നൽകുന്ന നന്മകൾ, അതാണ് നിലനിൽക്കുന്ന നന്മകൾ. അതല്ലാതെ ഒന്നും നിലനിൽക്കുകയില്ല. അത് നമ്മളെ നിശ്ചയമായിട്ടും തകർത്തുകളയും. യേശു കർത്താവ് തിരുവചനത്തിൽ, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ ലേഖന ഭാഗത്തിലേക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും അടിസ്ഥാന കാരണമാണ്, മൂലകാരണമാണ്, അല്ലേ? അപ്പം ഒരു സകല ദോഷങ്ങൾക്കുമുള്ള അടിസ്ഥാന കാരണമെന്ന് പറയുന്നത് ദ്രവ്യാഗ്രഹം തന്നെയാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ഒരു കാരണവശാലും പണത്തെ നമ്മൾ ആഗ്രഹിക്കരുത്. അത് കൊതിയോടെ അതിൻ്റെ പുറകെ പോകരുത്. വേദപുസ്തകം പറയും, നന്മയും കരുണയും നിൻ്റെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരും എന്ന് പറഞ്ഞാൽ അർത്ഥം, ഇത് നമ്മുടെ പുറകെ വരും, ഇതിൻ്റെ പുറകെ നമ്മൾ പോകരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, അന്യായമായി സമ്പാദിക്കണം. ഇന്ന് തന്നെ നമ്മുടെ ആത്മീക ലോകത്ത് തന്നെ വസ്തുക്കച്ചവടം, കല്യാണ ബ്രോക്കർ, കമ്മീഷൻ ബേസ്ഡായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് തലങ്ങൾ, പ്രത്യേകിച്ച് ദൈവദാസന്മാരെന്ന് പറയുന്നവർ പോലും ഇതിനകത്ത് അകപ്പെട്ടു പോയി അവസാനം അവർ ആത്മീക തലങ്ങളിൽ നിന്ന്, ശുശ്രൂഷകളിൽ നിന്ന്, ആത്മീക വേദികളിൽ നിന്ന് വീണുപോകുന്ന ഒരു കാലത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. കാര്യം എന്താണ്? അന്യായമായി ധനം സമ്പാദിക്കുന്ന ഒരു തലം അതിനകത്തുണ്ടല്ലേ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർ, അതിലേക്ക് ദൈവമക്കൾ പോകരുത്. അധ്വാനിച്ചാൽ സമ്പത്ത് വർദ്ധിച്ചു വരും. അന്യായമായി നമ്മൾ സമ്പാദിക്കാൻ പോയിക്കഴിഞ്ഞാൽ സമ്പത്ത് കുറഞ്ഞു വരും. എന്നാൽ അധ്വാനിക്കാൻ നമ്മൾ തയ്യാറായാൽ അത് സമ്പത്ത് വർദ്ധിച്ച് വരുവാൻ തക്കവണ്ണം ഇടയാകും. സദൃശ്യവാക്യങ്ങൾ തന്നെ 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ച്. ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത്. അപ്പം അന്യായമായിട്ടുള്ള ഒരുപാടുള്ളതിനേക്കാൾ നീതിയുള്ള അല്പം മതിയെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സദൃശവാക്യങ്ങൾ തന്നെ 20-ന്റെ 21-ാമത്തെ വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ഒരവകാശം ആദിയിൽ ബന്ധപ്പെട്ട് കൈവശമാക്കാം, അതിൻ്റെ അവസാനമോ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുകയില്ല. അപ്പോൾ ഒരവകാശം ആദിയിൽ എന്ന് പറഞ്ഞാൽ ആരംഭത്തിൽ അത് ബന്ധപ്പെട്ട് നമുക്ക് കൈവശമാക്കാൻ കഴിയും. പക്ഷേ അതെന്ത് ചെയ്യത്തില്ല, സ്തോത്രം, അവസാനം നമുക്കതൊരു അനുഗ്രഹമായിട്ട് മാറത്തില്ല എന്ന് നമ്മൾ തിരിച്ചറിയാം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാം, ഒരു കാശ് നമ്മുടെ കയ്യിൽ വരുന്നുവെങ്കിൽ അത് അന്യായമായി വരരുത്. നേരല്ലാത്തൊരു നന്മ നമ്മുടെ അടുക്കൽ വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മളെ തകർക്കുവാൻ തക്കവണ്ണം ഇടവരും. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഈ പ്രഭാതത്തിൽ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചിന്ത, ദൈവത്തിൽ ആശ്രയിക്കാൻ നമ്മൾ തയ്യാറായാൽ ദൈവത്തിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിനകത്ത് നിശ്ചയമായിട്ട് വെളിപ്പെടും. സമ്പത്ത് നമ്മുടെ അടുക്കൽ വരും. നമുക്ക് വേണ്ടിയത് തരാൻ ദൈവം വിശ്വസ്തനാണ്. അതുകൊണ്ട് പ്രാർത്ഥനയോടെ സമ്പത്തിൻ്റെ പിറകെ പോകാതെ ദൈവത്തിൻ്റെ പിറകിൽ നമ്മൾ യാത്ര ചെയ്യുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവിൻ്റെ കരങ്ങൾ തരികയാണ്. അവിടുന്ന് ചെറുകടി മറയ്ക്കുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന സന്ദേശം അനേകർക്ക് അനുഗ്രഹത്തിനും ആശ്വാസത്തിനും കാരണമാകുവാൻ സ്വർഗ്ഗം ഇടവരുത്തിയാട്ട്. മഹത്വം അങ്ങേക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം. സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗാഡ് ബ്ലസ് യു.